മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മഹാത്ഭുതമായ ഒരു സംഗതിയാണ്. മനുഷ്യന്റെ കഴിവുകൾ അനുദിനം അധികരിച്ചു കൊണ്ടിരിക്കുകയും പ്രത്യക്ഷമായിട്ടെങ്കിലും മനുഷ്യൻ ഇന്ന് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പല സിദ്ധികളും, മനുഷ്യൻ സ്വയത്തമാക്കിയിട്ടുള്ള പല കഴിവുകളും, ആ കഴിവുകൾ നാളെ വരാൻ പോകുന്ന കഴിവുകൾ, 2050 മനുഷ്യന്റെ കഴിവ് എന്തായിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. ഒരിക്കലും അത് ഇമ്പോസിബിൾ ആണ്. അതൊരു ശാസ്ത്രകാരന് പോലും പറയാൻ കഴിയില്ല. 2050 മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന അവന്റെ കഥയുടെ തീം എന്തായിരിക്കും? 2050 ലോകത്ത് പുറത്തിറങ്ങുന്ന ചലച്ചിത്രങ്ങളുടെ രീതി എങ്ങനെയായിരിക്കും? ഇതൊന്നും ഇന്ന് ആർക്കും പറയാൻ കഴിയാത്തത്ര, എത്ര വലിയ ജീനിയസ് ആണെങ്കിൽ പോലും പറയാൻ കഴിയാത്തത്ര മനുഷ്യൻ അവന്റെ ഔന്നത്യത്തിലേക്ക് പ്രത്യക്ഷമായിട്ടെങ്കിലും കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തഹദ്ദിയാത്തുകൾ, വെല്ലുവിളികൾ പല രംഗങ്ങളിൽ നിന്നും ഉണ്ടാകും. അത് ഞാനിന്ന രംഗം എന്നില്ല, ഇന്ന എല്ലാ രംഗത്തും ഉണ്ടാവും. നമ്മുടെ പാഠ്യവിഷയങ്ങൾ മാറും, നമ്മുടെ ചിന്തകൾ മാറും, എല്ലാം മാറും. ഒരു 10 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ സിലബസുകളൊക്കെ മാറുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് ഒരു 4ാം ക്ലാസ്സിന് ശേഷം എല്ലാം കൂട്ടുകൂട്ടി പഠിക്കുക എന്ന രീതി വളരെ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. അതായത് വളരെ കാലങ്ങളായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതിന് ശേഷം നാം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതികൾ ഒരു 10 വർഷം കൊണ്ട് അട്ടിമറിയാനുള്ള സാധ്യതയുണ്ട്. പ്രൈമറി തലത്തിന് ശേഷം ചോയ്സ് അനുസരിച്ച് പഠിപ്പിക്കുന്ന രീതി ഇനി നിലവിൽ വരും. ഇന്നത്തെ പോലെ പാഠപുസ്തകങ്ങളോ മറ്റോ ഉണ്ടായിക്കൊള്ളും എന്നും ഇല്ല. ഒരു ക്ലാസ്സിൽ തന്നെ കുട്ടികൾ വിവിധങ്ങളായ വിഷയങ്ങൾ ഒരു സമയത്ത് പഠിക്കുന്ന സാഹചര്യവും ഇനി ഉണ്ടാവും. ആ നിലക്ക് മനുഷ്യന്റെ കഴിവുകൾ വളർന്നുകൊണ്ടിരിക്കുക. എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല, അത്രയും വളർച്ചയാണ് മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്തെന്നാൽ എല്ലാ നിലക്കും വെല്ലുവിളികളുണ്ട്. കലയിൽ തന്നെ വെല്ലുവിളികൾ കലാകാരന്മാർ നേരിടും, സാഹിത്യത്തിൽ സാഹിത്യകാരന്മാർ വെല്ലുവിളികൾ നേരിടും, സ്പോർട്സിൽ വെല്ലുവിളികൾ ഉണ്ടാകും, കച്ചവടത്തിൽ വെല്ലുവിളികൾ ഇപ്പോൾ തന്നെ ഉണ്ട്. കച്ചവടം ഇപ്പോൾ ഒരു പുതിയ ട്രാക്കിലേക്ക് മാറി. ഒന്ന്, ഗ്രാമങ്ങളിലുള്ള അടിസ്ഥാന കച്ചവടക്കാരിൽ വളരെ അടിത്തറയിലേക്ക് അവർ ഇറങ്ങും. പിന്നെ വളരെ ബിഗ്ഗസ്റ്റായ കച്ചവടക്കാരും ഉണ്ടാകും. മിഡിൽ ക്ലാസ്സുകൾ ഇല്ലാതെയായി തുടങ്ങി. ഇപ്പോൾ ഇനി വളരെ പെട്ടെന്ന് മിഡിൽ ക്ലാസ് ഇല്ലാതെയാവും. കച്ചവടത്തിൽ പുതിയ വെല്ലുവിളികൾ ഉണ്ടാവും. എല്ലാ നിലക്കും മനുഷ്യൻ വെല്ലുവിളികൾ. അപ്പൊ ഞാൻ മതരംഗത്ത് നിന്ന് മാത്രമല്ല, എല്ലാ രംഗങ്ങളിലും സമൂലമായ തഹദ്ദിയാത്ത്, വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്ത് വേണ്ടി വരുമെന്നാൽ ഓരോ രംഗത്തും വളരെ കൃത്യമായ ഒരു പാഠം, ഒരു കൃത്യമായ പഠനം, ഒരു കൃത്യമായ മുന്നൊരുക്കം വേണ്ടി വരും. സൊസൈറ്റി വളരെ അഡ്വാൻസ്ഡ് ആണ്, വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കാറുകൾ 5 വർഷം കൊണ്ട് അപ്രത്യക്ഷമാകുമെന്നാണ് എന്റെ കണക്കൂട്ടൽ. അതായത് സോളാർ കാറുകൾ വരും. ഒരു 5 വർഷങ്ങൾ കൊണ്ട് സോളാർ കാറുകൾ സാർവത്രികമാണ്. അങ്ങനെ ആകുമ്പോൾ ഭൂമിയിൽ 800 കോടി മനുഷ്യർ ഇന്ന് ഉപയോഗിക്കുന്ന കാറുകൾ, അത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റാണ്. സോളാർ കാറുകൾ വന്നാൽ നിലവിലുള്ള കാറുകൾ മുഴുവനും അപ്രത്യക്ഷമാവേണ്ടി വരും. അതിന്റെ രീതികൾ ഇന്നത്തെ രീതികളിൽ നിന്നൊക്കെ വളരെ തികച്ചും വ്യത്യസ്തമായിരിക്കും. സോളാർ വിമാനങ്ങൾ വരും. 2030 തന്നെ സോളാർ വിമാനങ്ങൾ വരും എന്നാണ് എലോൺ മസ്ക് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പറഞ്ഞത്. തതഖാറബുൽ മുദുൻ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ, പട്ടണങ്ങൾ വളരെ അടുത്തു വരും എന്ന് പറയുമ്പോൾ ഇത് ഇത്രത്തോളം അടുക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കോഴിക്കോട് നിന്ന് ലോസ് ആഞ്ചൽസിലേക്ക് 1/2 മണിക്കൂർ വേണ്ടി വരൂ എന്നാണ് പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം. 18 മണിക്കൂർ 20 മണിക്കൂർ വേണ്ട സ്ഥലത്ത് 1/2 മണിക്കൂർ കൊണ്ട് കാര്യം നടക്കും. 950-കൾക്ക് ശേഷം 970-കൾ വരെയുള്ള കാലഘട്ടത്തിൽ ഇന്നത്തെക്കാൾ വിമാനത്തിന് വേഗതയുണ്ടായിരുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ കാലഘട്ടത്തിൽ വിമാനത്തിന്റെ വേഗത കുറച്ചതാണ്. വളരെ വലിയ വേഗതയുള്ള വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ടെക്നോളജി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 970-കൾക്ക് ശേഷം വിമാനത്തിന്റെ വേഗത കുറയുകയാണ് ചെയ്തത്. അതിന് ചില സിസ്റ്റത്തിൽ വന്ന ചില കാരണങ്ങൾ, അന്തരീക്ഷ മലിനീകരണം, ശബ്ദത്തിന്റെ ആധിക്യം, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ പിൽക്കാലഘട്ടത്തിൽ 970-കൾക്ക് മുമ്പുണ്ടായിരുന്ന വിമാനത്തിന്റെ വേഗത ഇപ്പോൾ 970-ന് ശേഷം ഇല്ല, അത് കുറച്ചത്. അതായത് ടെക്നോളജി വികസിക്കാത്ത കാലഘട്ടത്തിൽ പോലും വലിയ വേഗതയിലായിരുന്നു വിമാനം പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അതിന്റെ മുഴുവനും കഷ്ടനഷ്ടങ്ങൾ തീർത്ത് പുതിയ ടെക്നോളജിയിൽ വിമാനങ്ങൾ വരികയാണ്. അപ്പോൾ എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട്, തഹദ്ദിയാത്ത്, വെല്ലുവിളികളുണ്ടാവും. അപ്പോൾ വിമാന കമ്പനികൾ വെല്ലുവിളികൾ നേരിടും. ഞാൻ മതരംഗം മാത്രം വെല്ലുവിളി നേരിടും എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഒരു തരം ഇൻഫ്യൂരിറ്റി ആണെന്നാണ് എന്റെ വീക്ഷണം. നമ്മൾ സാധാരണ എന്തിന് നമ്മൾ പറയും മതരംഗം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മതപണ്ഡിതന്മാർക്കോ മത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ ഉള്ള ഒരു തരം ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ആണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്തിനും തഹദ്ദിയാത്തുകൾ വരും. ഇപ്പൊ ഈ കാർപ്പറ്റ്, ഇത്തരം കാർപ്പറ്റുകൾ ഒരു 5 കൊല്ലം കൊണ്ട് അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. പുതിയ കാർപ്പറ്റ്, പുതിയ ശൈലി, പുതിയ രീതികൾ വരും.
അപ്പോൾ ഇതിന്റെ ആളുകൾക്ക് ഇതൊരു ഭാരമാവും, ഇത് പിന്നെ മാർക്കറ്റിൽ ചിലവാവില്ല. അത് അയാളുടെ ഒരു വെല്ലുവിളിയാണ്. ഇന്ന് ഉപയോഗിക്കുന്ന ഈ മൈക്ക് സെറ്റ് അത് വെല്ലുവിളികൾ നേരിടും. പുതിയ ടെക്നോളജിയിൽ പുതിയ മൈക്ക് സെറ്റ് വരും. മൈക്ക് സെറ്റിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പോൾ പിന്നെ ഇതൊരു വേസ്റ്റ് സാധനമായി മാറും. എല്ലാ രംഗത്തും വെല്ലുവിളികൾ വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മതരംഗത്തും വെല്ലുവിളികൾ വരും. അല്ലാതെ മതരംഗത്ത് മാത്രം വെല്ലുവിളികൾ വരും എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം കാലത്തിനപ്പുറത്തെ കുറിച്ച് നാം ചിന്തിക്കണം. ചില ജീനിയസുകൾക്ക് അതിന് കഴിയും. അതിന് വലിയായിക്കോളം എന്നൊന്നുമില്ല, ജീനിയസിന് കഴിയും. ആദർ സി ക്ലാർക്ക് 1950-കളിൽ പ്രവചിച്ച ഒരു പ്രവചനമാണ് ഇന്ന് നടക്കുന്നത്. എന്താണ് അയാൾ പ്രവചിച്ചത്? ഒരു 50 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് കരണ്ട് ബില്ല് അടക്കാൻ കഴിയും. നിങ്ങളെ ക്രയവിക്രയങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഒരു ഫോൺ, നിങ്ങൾക്ക് ഇത്തരം ഉപകരണങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഫോണിൽ നിന്ന് നിങ്ങൾക്ക് കരണ്ട് ബില്ല് അടക്കാൻ കഴിയും. നിങ്ങളെ ക്രയവിക്രയങ്ങൾ മുഴുവൻ നടക്കും. ഇത് ആർതർ സി ക്ലാർക്ക് പറയുന്ന 1950-കൾ. ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥിയായ ഷുഐബുൽ ഹൈതമി ഈ മജ്‌ലിസിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയും അവരുടെ അധ്വാനങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. അല്ലാഹു തആല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തെ പോലെയുള്ള നമ്മുടെ യുവപ്രതിഭകൾക്കും വലിയ കഴിവും വലിയ ഭാവിയും അവരെ കൊണ്ട് സമുദായത്തിന് വലിയ നേട്ടവും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അന്നത് മനുഷ്യൻ ആദർ സി ക്ലാർക്ക് ഇത് 1950-കളിൽ കമ്പ്യൂട്ടർ നോക്കി പറയുമ്പോൾ അത് ഒരു വിചിത്രമായ വാദമായിട്ടായിരുന്നു ലോകം മനസ്സിലാക്കിയിരുന്നു. ഇന്നിപ്പോൾ അതൊരു വിഷയം തന്നെയല്ല. ഒരു വലിയായിക്കൊള്ളണം എന്നൊന്നുമില്ല ഇത്തരം പ്രവചനങ്ങൾ നടത്തുക. ജീനിയസുകൾക്ക് അതിന് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, എല്ലാ രംഗത്തും നമ്മൾ വെല്ലുവിളികളെ നേരിടും. നമ്മൾ എന്ന് പറയണ്ട, എല്ലാവരും വെല്ലുവിളികൾ നേരിടും. കാരണം രീതികൾ മാറുമ്പോൾ, സൊസൈറ്റിയുടെ രീതികൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമുക്കും ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടി വരും. എന്നാൽ അടിസ്ഥാനത്തെ ഒരിക്കലും തകർക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നാം കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജയിക്കാൻ കരുത്തുള്ള പണ്ഡിത പ്രതിഭകളായി വളരണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരു പ്രതിഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒരു പ്രതിഭയ്ക്ക് എവിടെയാണ് വളരാൻ കഴിയുക എന്നാൽ അതിരുകളില്ലാതെ പഠിക്കാൻ അയാൾ തയ്യാറാകണം. പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കഴിയില്ല, ഉറക്കം ഇല്ല. എന്റെ ദർസിൽ ഞാനൊരു അത്ര യോഗ്യനായ ഒരാളൊന്നും അല്ലെങ്കിലും എന്റെ ഓർമ്മ ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു പറയാം. എന്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഇന്നും കേരളത്തിൽ ധാരാളം ഉണ്ട്, പലരും ഉണ്ട്. എന്റെ ദർസിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞുറങ്ങിയിരുന്ന ആൾ ഞാനായിരുന്നു. അന്ന് എനിക്ക് 18 വയസ്സ്, 19 വയസ്സ്, 20, 21, 22. ഇന്ന് എന്റെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞുറങ്ങുന്ന ആളും ഞാൻ തന്നെയാണ്. അതോടുകൂടെ അവസാനിച്ചിരുന്നെങ്കിൽ ഒരു നേട്ടവും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നേരെ വയ്യ കിടക്കാൻ കഴിയും. 4 ഗോൾഡൻ റൂൾസ് യുവർ ലൈഫ് എന്നൊരു പ്രഭാഷണം ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ നടത്തുകയുണ്ടായി. ആ ലൈഫിന്റെ 4 ഗോൾഡൻ റൂൾസിൽ ഏറ്റവും പ്രധാനമായി ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം നേരത്തെ ഉറങ്ങുക എന്നതാണ്. നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഉറങ്ങണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ വർത്തമാനം പറയുന്നത് പുണ്യ റസൂലിന് ഇഷ്ടമില്ല. വന്നൗമ ഖബ്ലഹാ, ഇശാക്ക് മുമ്പ് ഉറങ്ങുന്നതും ഹബീബിന് ഇഷ്ടമില്ല. ഇശാക്ക് ശേഷം ഉറങ്ങാതിരിക്കുന്നതും ഹബീബിന് ഇഷ്ടമില്ല. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. പുണ്യ റസൂൽ മുസ്തഫ 4 ഗോൾഡൻ റൂൾസിൽ പ്രധാനമായി നിങ്ങൾ ഉറക്കം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉറക്കം ക്ലിയർ അല്ല. ഈ 4 ഗോൾഡൻ റൂൾസ് ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഷുഗർ കംപ്ലൈന്റ് വരില്ല. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം നമുക്ക് തന്നെ പ്രവർത്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. ഒരു നല്ല ഡോക്ടർ ആണെങ്കിൽ നല്ല ഡോക്ടർക്ക് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നല്ല ഡോക്ടറാകാൻ പലപ്പോഴും കഴിയില്ല. 90% കഴിയില്ല. കാരണം അവർക്ക് അതിരുകളില്ലാതെ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ പുതിയ പുതിയ ചികിത്സാ രീതികൾ, പുതിയ പുതിയ പഠനങ്ങൾ, ഇതൊക്കെ അവർക്ക് നടത്തേണ്ടി വരും. എന്നാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ആരോഗ്യത്തിന് ബാക്കിയൊക്കെ അല്ലാഹു ഫായിലാണ്. അല്ലാഹു നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചു തരട്ടെ. നിങ്ങൾ ഇപ്പൊ നല്ല ഉഷാറുള്ള കുട്ടികളായി കഴിവൊക്കെ തെളിയിച്ച നല്ല മക്കളാണ്. നിങ്ങൾ കിടന്നുറങ്ങാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ പ്രതിബദ്ധം അന്ന് അവസാനിക്കും. നാട്ടിലുള്ള കല്യാണങ്ങൾക്കൊക്കെ പോകാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും മാന്യമായ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ല, അടിയന്തരത്തിൽ പങ്കെടുത്തിട്ടില്ല. കല്യാണത്തിൽ പങ്കെടുക്കാതിരുന്നാലാണ് പ്രതിഭയായി മാറുക എന്ന് വിചാരിക്കണം. ഞാനൊരു അതായത് നമ്മൾ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പിന്നാലെ ഓടിയാൽ ഒരിക്കലും പ്രതിഭത്തെ ഊതിക്കാച്ചി കൊണ്ടുവരാൻ കഴിയൂല. നിങ്ങൾ ഉസ്താദായതുകൊണ്ട് പറയാണ്, നമുക്ക് അസാധ്യമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബാക്കിയൊക്കെ റബ്ബിന്റെ തഖ്ദീറാണ്. അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറായ തഖ്ദീറുകൾ നമുക്ക് ഏറ്റി തരട്ടെ.
എന്തിലും എന്തിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായി ചെയ്യണം. എന്തും എന്തും. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, അതിനൊരു കലയുണ്ട്. എന്താണ് ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ കല? നിങ്ങൾ സ്പെല്ലിംഗ് തെറ്റാതെ പഠിക്കുക. അതൊരു കലയാണ്, അതൊരു മൂല്യ, അതൊരു കലയാണ്, അതൊരു കഴിവാണ്. അത് ചെറിയ കഴിവല്ല, വലിയ കഴിവാണ്. പാട്ടുപാടൽ മാത്രമല്ല കഴിവ്. സ്പെല്ലിംഗ് തെറ്റാതെ ഇംഗ്ലീഷ് എഴുതുക, അതൊരു കഴിവാണ്. അക്ഷരം തെറ്റാതെ മലയാളം എഴുതുക, അതൊരു കഴിവാണ്. അത് ഇരുത്തി ചെയ്താൽ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ കഴിയും. അതും കഴിവാണ്. ഈ കഴിവുള്ള ആളെയും വേണ്ടിവരും, സൊസൈറ്റിക്ക് വേണ്ടിവരും. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കേവലം പാട്ടുപാടൽ മാത്രമൊന്നുമല്ല. കേവലം പാട്ടുപാടലോ പ്രസംഗിക്കലോ ആണ് കഴിവ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ലോകത്തെ ഉന്നതരായ പല പ്രതിഭകൾക്കും പാട്ടും പ്രസംഗവും അറിയുമായിരുന്നില്ല. അങ്ങനത്തെ അനവധി പ്രതിഭകൾ ലോകത്ത് കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ ജീനിയസുകളായിരുന്നു, പക്ഷെ പാടാനും അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല. അത് മാത്രമൊന്നുമല്ല കഴിവ്, എല്ലാം കഴിവാണ്. ഇപ്പൊ നിങ്ങൾ ഈ സ്റ്റേജ് ഒരുക്കുന്നു, ഇതിനൊരു കലയുണ്ട്. കലയില്ലാത്ത ഒന്നുമില്ല. ലോകത്തെ ഏറ്റവും വലിയ കലാകാരൻ റബ്ബ് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരു കലാകാരനില്ല. ഏറ്റവും അതിന്റെ മൂല്യത്തോടുകൂടെ വൃത്തിയായി ചെയ്യുക. അപ്പൊ നിങ്ങളെ ജനം ശ്രദ്ധിക്കും. പഠിക്കുമ്പോൾ ആത്മാർത്ഥമായി പഠിക്കണം. ഇതൊക്കെ വളരെ വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ലേഖനം വായിക്കുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ ആ പത്രം അവിടെ കിട്ടും. ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഒരു പത്രം ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടില്ല. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാൽ അവിടെ ഇടും. അപ്പോൾ നമുക്ക് വിലയിരുത്തും ഇയാളുടെ വിവരം. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വൈക്കേ. ഇത് ഇന്ത്യ മാത്രം ഒരു കാര്യമല്ല, നിങ്ങളും പല ആളുകളും അങ്ങനെ ഇരിക്കും. നമ്മൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടാൽ ഉറപ്പിക്കും അയാൾ കഴിവില്ല, പിന്നെ അയാൾ എന്തോ വലിച്ചു കെട്ടി എഴുതിയതായിരിക്കും. നമ്മളിതിനെ സമയം കളയുന്നു. അപ്പോൾ എല്ലാം മൂല്യവത്താവണമെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങൾ അധ്വാനിക്കണം. അതിനുവേണ്ടി അനവധി സമയം ചെലവഴിക്കണം. പിന്നെ ഒരൊറ്റ കാര്യം ഉണ്ടായാൽ മതി, ആത്മാർത്ഥത. വേറൊന്നും വേണ്ട. രണ്ട് കാര്യം: ഒന്ന്, പഠിക്കുന്നത് വളരെ കൃത്യമായി പഠിക്കുക. രണ്ട്, ആത്മാർത്ഥത. ബാക്കി റബ്ബിന്റെ തഖ്ദീറാണ്. അതൊന്ന് തുറന്നു തരും. അള്ളാഹു തുറന്നു തരട്ടെ. എന്റെ കുട്ടികൾ ഇത് വളരെ ശ്രദ്ധിക്കണം. വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം. നല്ലപോലെ ശ്രദ്ധിക്കണം. നാം ശ്രദ്ധിക്കണം. കോടാനക്കോടി പ്രതിഭകൾ ലോകത്ത് വരികയും അവരെല്ലാം ഖുർആനിൽ ഗവേഷണം ചെയ്യുകയും ചെയ്താലും ഖുർആനിലെ ഗവേഷണാത്മകമായ വിഷയങ്ങൾ പിന്നെയും ബാക്കിയാണ്. അത്രയും അനന്തമാണ്. അനന്തമെന്ന് പറഞ്ഞാൽ അനന്തം. എന്റെ ഒട്ടകം മരുഭൂമിയിൽ നഷ്ടപ്പെട്ടാൽ ഞാനിത് ഖുർആൻ നോക്കി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞത് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ ആ കഴിവെത്രയാണ്, അപ്പോൾ അതിലടങ്ങിയ വിഷയം എത്രയാണ്. എന്നാൽ മനുഷ്യൻ ഏറ്റവും കുറഞ്ഞ ചർച്ച ചെയ്ത ഗ്രന്ഥവും ഖുർആൻ ആയിരിക്കുമെന്നാണ് എന്റെ വീക്ഷണം. എന്താണ് ഇതിന്റെ ഗുണമെന്നോ ദോഷമെന്നോ എനിക്കറിയൂല. ചിലപ്പോൾ അത് ഗുണവുമായിരിക്കും. എന്താണെങ്കിലും മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചധ്വാനിച്ച് സമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കുറഞ്ഞ് മനുഷ്യാധ്വാനത്തിന്റെ ചിന്തകൾ, അതിർത്തിയില്ലാത്ത സീമകളില്ലാത്ത ഈ മഹാഗ്രന്ഥത്തിൽ മനുഷ്യന്റെ ബുദ്ധി ചെലവഴിച്ചത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് എന്നത് വളരെ വേദനാജനകമായ ഒരു സത്യമാണ്. അനന്തമായി ഇനിയും വിഷയങ്ങൾ കിടക്കുക. എന്തിനെന്നാൽ എന്തിലും എന്തിലും ഒറ്റ വിഷയത്തിൽ പോലും ഉപയോഗിച്ച പദങ്ങൾ, അതിന്റെ രീതികൾ ഒക്കെ അനന്തമാണ്. ഞാൻ കഴിഞ്ഞൊരു പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിഭാഷ നോക്കിയിട്ട് ഖുർആനെ മനസ്സിലാക്കരുത്. മത്തർ എന്നാൽ മഴ, ഗൈസ് എന്നാൽ മഴ. എന്നാൽ ഖുർആനിൽ രണ്ട് അർത്ഥത്തിലും രണ്ട് രീതിയിലും ആശയത്തിലുമാണ് മത്തറും ഗൈസും ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഒരു അർത്ഥത്തിലല്ല. മത്തറിൽ ഖുർആന്റെ താല്പര്യം വേറെ, ഗൈസിൽ ഖുർആന്റെ താല്പര്യം വേറെ. പക്ഷെ പരിഭാഷയിൽ വരുമ്പോൾ മത്തറും മഴയാണ്, ഗൈസ് മഴയാണ്. രണ്ടാണ്. അങ്ങനെയാണ്. വളരെ വളരെ ചിന്തിക്കണം. ഓരോന്നിനും ചിന്തിക്കണം. ഓരോന്നിനും ചിന്തിക്കണം. അനന്തമായ ആഴമാണ് ഖുർആൻ. അതൊക്കെ പഠിക്കാൻ ഇന്ന് നമുക്ക് കഴിയും. പക്ഷെ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ്. ഇതുപോലെ വിജ്ഞാനം മനുഷ്യനെ സ്വായത്തമാക്കാൻ പറ്റിയ ഒരു കാലഘട്ടം ഇല്ല, മുമ്പുണ്ടായിട്ടില്ല. മുമ്പൊരു വിജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മൾ വിജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങൾ വരുത്തി കഷ്ടപ്പെട്ട് ഷിപ്പ് വഴി ആ ഗ്രന്ഥം വന്ന് നമ്മൾ അതിൽ അധ്വാനിച്ച് എടുക്കണം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പണ്ട് അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കേംബ്രിഡ്ജ് നിങ്ങളുടെ വീട്ടിലുണ്ട്, ഓക്സ്ഫോർഡ് നിങ്ങളുടെ വീട്ടിലുണ്ട്, എന്തിന് നിങ്ങളിലുണ്ട്, ഇതിനുള്ളിലുണ്ട്. ഇതിനുള്ളിൽ കേംബ്രിഡ്ജ് ഉണ്ട്, ഇതിനുള്ളിൽ ഓക്സ്ഫോർഡ് ഉണ്ട്, ഇതിനുള്ളിൽ യേൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയുണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ഉണ്ട്. എല്ലാം ഇതിനുള്ളിൽ. പക്ഷെ നമ്മൾ അധ്വാനിച്ച് പഠിക്കാൻ തയ്യാറാകണം. ഒരു നിലക്ക് സോഷ്യൽ മീഡിയ വളർന്നപ്പോൾ വിജ്ഞാനത്തിന് ഉപരിപ്ലവമായിട്ടാണെങ്കിൽ പോലും അനന്ത സീമകൾ, അനന്തമായ സാധ്യതകൾ ഉണ്ടായി. അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആത്മാർത്ഥമായി സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു മനസ്സും നമുക്കുണ്ടാകണം. ബാക്കിയൊക്കെ റബ്ബ് തരും, പേടിക്കണ്ട. റസൂൽ മുസ്തഫ തങ്ങളുടെ ഒരു ക്വാളിറ്റി, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ല യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ. നിങ്ങൾ ഇങ്ങനെ സ്വയം ഉരുകി തീരുമല്ലോ നബിയെ,
അവർ നല്ലവരായിട്ടില്ലെങ്കിൽ, അവർ വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ, അങ്ങ് ഇങ്ങനെയായാൽ ഒരിക്കൽ തിരുമല്ലോ നബിയെ. അത് ആ മനുഷ്യന്റെ ആത്മാർത്ഥതയാണ് മുഹമ്മദ് മുസ്തഫ. ഇത് ജിബ്രീൽ വന്നിട്ടല്ല ഈ ആത്മാർത്ഥത ഉണ്ടാവണം. ജിബ്രീൽ വരുന്നതിന് മുമ്പും ആത്മാർത്ഥതയാണ്. ഈ സമൂഹത്തെ എങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയില്ല. പക്ഷെ സമൂഹത്തിന്റെ സാഹചര്യത്തിലെ അവസ്ഥകൾ വല്ലാത്ത വേദനയാണ്. അങ്ങനെ വേദനിച്ചിട്ടാണ് മല കയറിയിരിക്കുന്നത്. ആ മല കയറിയിരിക്കുന്ന, അതായത് സമൂഹത്തിൽ വന്നിട്ടുള്ള ആ ഗ്രാന്ഥകാരങ്ങളിൽ വേബധു പൂണ്ട് മലമുകളിലെ ഗുഹയിലിരിക്കുന്ന ആളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗമമണ്ഡലത്തിന് മുകളിൽ തിരഞ്ഞെടുത്തത്. അവന്റെ അസലിയായ ഖളാ ആണെങ്കിലും പ്രവൃത്തി പഥം അങ്ങനെയാണ്. നമുക്ക് വേദന വേണം. നമ്മുടെ സമൂഹം നന്നാവണം, നമ്മൾ നന്നാവണം, സമൂഹം നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ശുഐബുൽ അത്തമി ഈ അടുത്ത ദിവസം, അടുത്ത കാലങ്ങളിൽ ചില സംവാദങ്ങൾ നടത്തി. സമുദായത്തിന് അഭിമാനകരമായ സംവാദങ്ങളാണ്. എന്താ അതിന് അടിസ്ഥാന കാരണം വേദനയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമല്ലോ എന്ന് സമൂഹത്തെ യൂറോപ്യന്മാർ ചതിച്ചിട്ടുണ്ട് എന്ന് പണ്ടേ എനിക്കറിയാവുന്ന ഒരു കാര്യം. എവിടുന്നാണ് അറിവ് വന്നത് എനിക്കറിയൂല. 2 ഖുതുബക്കടയിൽ ഇമാം ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അള്ളാഹുവോട് ദുആ ചെയ്തിട്ടുണ്ട് പല ജുമാകളിൽ. അള്ളാഹു ചതി നടന്നിട്ടുണ്ടല്ലോ, ആ ചതി ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമല്ലോ റബ്ബേ, നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ജുമാകളിൽ 2 ഖുതുബകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫലമാണ് ഈ അടുത്ത് പുറത്തിറങ്ങിയ തിരുദൂതർ എന്ന പുസ്തകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതൊരു വലിയ മികവാണെന്ന് പറയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മികവ് തന്നെയാണ്. എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തെന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് തിരുദൂതർ എന്ന പുസ്തകം. അത് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായ ഒരു ആംഗിളിൽ വായിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമൂഹം അനവധി വെല്ലുവിളികളിൽ അകപ്പെട്ട നിലവിലെ സാഹചര്യത്തിൽ സമൂഹത്തെ നേരായ വഴിയിൽ നയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രതിബദ്ധം ചെലവഴിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി തയ്യാറായാൽ അള്ളാഹുവിൻ്റെ തഖ്ദീർ, അള്ളാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്ത് നിങ്ങളിലൂടെ വിരിഞ്ഞു വരും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എന്തിലെടുത്ത് നോക്കിയാലും അതിലൊരു പാഠം ഉണ്ടാവും. പഴയകാലത്ത് ഇന്നത്തെ കീസില്ല, സാമാനം വാങ്ങാൻ വേണ്ടി പീടികയിലേക്ക് പറഞ്ഞാൽ സാമാനം കൊണ്ടുവരുമ്പോൾ അത് കടലാസ് പൊതിഞ്ഞാൽ കൊണ്ടുവരിക. ആ കടലാസ് സാമാനം അവിടെ ഇട്ടിട്ട് പിന്നെ കടലാസ് വായിക്കും. പത്രം വായന ഒരു കാലത്ത് അങ്ങനെയാണ്. അതിന് ചില അറിവുകൾ കിട്ടും, എന്തിനും അറിവുകൾ ഉണ്ടാവും. അപ്പൊ അറിവുകൾ, അനന്തമായ അറിവുകൾ നേടാൻ എൻ്റെ കുട്ടികൾ തയ്യാറാവുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അനവധി സാധ്യതകൾ, അവരവരിൽ അന്തർലീനമായ സാധ്യതകളെ കണ്ടെത്തി അതിനുവേണ്ടി ചെലവഴിച്ച് സമൂഹത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു നന്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നല്ലപോലെ എഴുതി പഠിക്കുക, നല്ല പാട്ടുപാടി പഠിക്കുക. ചില പാട്ടിനൊക്കെ ചില വലിയ കഴിവുകളാണ്. ചില പാട്ടുകൾ കൊണ്ട് മനുഷ്യന് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപകാരം ഉണ്ടാവും ചിലപ്പോൾ 3 മിനിറ്റ് പാട്ടുപാടിയാണ്. അപ്പൊ അതൊരു കലയാണ്. അതൊക്കെ അള്ളാഹുവിനെ ഉപയോഗിക്കപ്പെടുത്താവുന്ന കലയാണ്. ഒരിക്കലും ആത്മാർത്ഥത ഒഴിവാക്കരുത്. എല്ലാം വൃത്തിയായി ചെയ്യണം. അത് വൃത്തിയായി തന്നെ ചെയ്യണം. അങ്ങനെയായാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. കാപ്പിൽ ഉമർ മുസ്ലിയാർ ഉസ്താദ്, അങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. 18 സബുക്ക 3/4 മണിക്കൂറൊക്കെ എടുക്കും. സബുക്കുകൾ അരമണിക്കൂർ 3/4 മണിക്കൂർ 35 മിനിറ്റിൽ കുറയില്ല. മഅഖൂലാത്ത് ഫിഖ് ഒക്കെ അങ്ങനെ ചറുബിത ചർവണം ചെയ്യും. അസറൊക്കെ കഴിയുമ്പോഴത്തേന് വെച്ചടക്കും. മഗ്രിബൊക്കെ കഴിയുമ്പോൾ മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെയും ക്ലാസ് ഉണ്ടാവും. സുബഹിക്ക് ഞങ്ങൾക്ക് ജലാലിന് ദർസുണ്ടായിരുന്നു കോടങ്ങാട് പള്ളിയിൽ. തഫ്സീർ ഇങ്ങനെ വായിച്ചിട്ട് ചില വിശദീകരണങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഒരു ചോദ്യം ഞാൻ ചോദിച്ചാൽ അപ്പൊ പറയും, ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, ഇജ് ആദ്യത്തെ സബക്കിനില്ലാതിരിക്കട്ടെ, എൻ്റെ ദുആ പടച്ചോൻ സ്വീകരിച്ചില്ല. അതായത് രാവിലെ മുതലേ ഒച്ചരം തരും, ഇനിയിപ്പോൾ അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ട് ഒച്ചരം തരും എന്ന് പറയും. ചിരിച്ചുകൊണ്ട് ചിരിച്ച പറയാം. അങ്ങനെ 18 സബക്ക് എൻ്റെ ഉസ്താദിന് 18 സബക്കായിരുന്നു ഒരു ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവരുടെ ദർജകൾ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അവരെ ആത്മാർത്ഥത അല്ലാഹു തആല അവർക്ക് അറ്റല്ലാത്ത പ്രതിഫലം തുറന്നു കൊടുക്കട്ടെ. നമുക്കും തുറന്നു തരട്ടെ. നമ്മുടെ വിശിഷ്ടാതിയായി ഇരുത്തിയിട്ട് പ്രസംഗിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കൂടുതൽ പഠിക്കാനും അതൊക്കെ സമുദായത്തിന് വേണ്ടി സമർപ്പിക്കാനും സമുദായത്തിൻ്റെ നിലവിലുള്ള ദുസ്ഥിതിയിൽ ഒരു പരിഹാരം എൻ്റെ പ്രഭാഷണം കൊണ്ടുണ്ടാവണമെന്ന് മോഹിച്ചും ആഗ്രഹിച്ചു. അത് ചെയ്യാനും അതൊക്കെ ആത്മാർത്ഥമായി ചെയ്യാനും അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ തൗഫീഖ് തുറന്നു കൊടുക്കട്ടെ. ഒരു മരം ഉണ്ടായാൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ 10 തണൽ അനുഭവിക്കാലോ. ഒരു മരം മുറിച്ചു കളയാനാണ് ഇന്ന് എല്ലാവരും ശ്രമിക്കുക. അപ്പം അത് ഉണ്ടാകരുത്, അത് ഒരിക്കലും അവർക്കൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വളരെ ബഹുവന്നരായ മുതലാളിയും സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പും ഈ സ്ഥാപനത്തിൽ ഞാൻ
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അൽഹംദുലില്ലാ, പല അവസരങ്ങളിലും കാസിമി ഉസ്താദ് നടത്തുന്ന സ്ഥാപനത്തിൽ വന്ന് അദ്ദേഹത്തെ കാണണമെന്നും ചില വിഷയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നും കരുതാറുണ്ടായിരുന്നു. ഇന്നതിന് പറ്റിയൊരു അവസരമൊന്നും അല്ലെങ്കിലും ഒരുപാട് കിതാബുകളുടെ പേജുകൾ മറിച്ച, പുസ്തകങ്ങളുടെ പേജുകൾ അസ്വസ്ഥതയോടെ മറിച്ചിട്ട അദ്ദേഹത്തിൻ്റെ കൈ ഞാൻ തൊട്ടു എന്നത് ഞാനൊരു വലിയ കാര്യമായി മനസ്സിലാക്കുകയാണ്. അത് റഹ്മത്തുള്ള കാസിമി എന്ന വ്യക്തിയുടെ കൈ തൊട്ടു എന്ന അർത്ഥത്തിലേ അല്ല. അദ്ദേഹം തന്നെ, ഉസ്താദ് അവറുകൾ തന്നെ സംസാരിച്ച കാര്യം എന്നെ വളരെ ടച്ച് ചെയ്തു. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എല്ലാ ആളുകളും ഉറങ്ങുമ്പോൾ അസ്വസ്ഥതയോടെ ഈ കിതാബ് മറിച്ചിടുക, പുസ്തകങ്ങൾ മറിച്ചിടുക, ആ സമയത്ത് മനസ്സിൽ തോന്നുന്ന ഒരുപാട് പൊറുതികേടുകൾ, അതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വിശുദ്ധമായ സമാധാനക്കേടുകളാണ്. കൈമാറാനും ആർജിക്കാനും തൊട്ടു മുമ്പിലുള്ള ഇടപെട്ട് വരുന്ന ആശയങ്ങൾ വന്ന് തലയിൽ അസ്വസ്ഥതയുണ്ടാക്കുമ്പോഴുള്ള ഉറക്കമില്ലായ്മകൾ, ആ അസ്വസ്ഥതകൾ എത്രത്തോളം ഒരു വ്യക്തിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുവോ, അസ്വസ്ഥതകളിലൂടെ ഒരാൾ എത്രത്തോളം സഞ്ചരിക്കുന്നുവോ, അതായിരിക്കും ആ മനുഷ്യന്റെ പ്രതിപാദനത്തിന്റെ മാർഗം അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും ആദ്യം അദ്യാന്തം ഈ ഒരു ലഘു പ്രസംഗത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു ഉസ്താദിന്റെ ഇടപെടലുകളിൽ, അധ്വാനങ്ങളിൽ, പഠനങ്ങളിലൊക്കെ നിലവിലുള്ളതിനേക്കാളും അതത് സമയം ഉത്തരോത്തരം അള്ളാഹു പുരോഗതി പ്രദാനിക്കട്ടെ, നമുക്കെല്ലാം അള്ളാഹു പ്രദാനിക്കട്ടെ. രണ്ടാമത്, ആ പുസ്തകങ്ങൾ ഞാൻ വായിച്ച് ഇൻഷാ അല്ലാഹ് ഒരു റിവ്യൂ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഉസ്താദിന് തന്നെ ആ പുസ്തകത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ചില ആളുകൾ ഒരുപക്ഷെ അത് ഒരു അഹംഭാവത്തിൻ്റെ ശബ്ദമാണെന്ന് ഒരുപക്ഷെ വിചാരിച്ചേക്കാമെങ്കിലും ശിഷ്യരായ നിങ്ങളോ സഹപ്രവർത്തകരായ നിങ്ങളോ ഒരിക്കലും വിചാരിക്കില്ല. ഒരു വ്യക്തിയെ കൂടുതൽ അറിയുന്തോറുമാണ് ആ വ്യക്തിയുടെ മൂല്യം മനസ്സിലാക്കാൻ പറ്റുക. അതേസമയം വഹിയിൻ്റെ ഒരു അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഏതൊരു വിഷയത്തിൻ്റെയും സത്യാവസ്ഥയെക്കുറിച്ച് അതിൻ്റെ വാക്താവിന് ബോധ്യം എത്രത്തോളം ശക്തമായിട്ടുണ്ടോ, അപ്പം മറകളില്ലാതെ അതേക്കുറിച്ച് ജന്യുവിനായ നല്ല വാക്കുകൾ പറയുന്നുള്ളതാണ്. ഏതായാലും ഞാൻ ഉപക്രമം കുറേ നേരം പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയം ഞാൻ കവരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ നിശ്ചയിച്ച വിഷയം അത് പറയാൻ മാത്രമുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലുമില്ല. അത് പറയാൻ മാത്രമുള്ള ഒരു വലിയ ഒരു മരുന്നും ശേഖരിച്ചുകൊണ്ടല്ല ഞാൻ വരുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ഹാഫിലിങ്ങളാണ്, ഹിഫ്ലിന് ശേഷമുള്ള ഖുർആൻ ഗവേഷണത്തെക്കുറിച്ച് ആലോചിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ സ്വല്പം കാര്യങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വഹീനെക്കുറിച്ച് അതിനിടക്ക് പറഞ്ഞു. എന്തുകൊണ്ടാണ് വഹീ ദിവ്യബോധനം എന്നുള്ളത്? നമ്മുടെ വിഷയം യാ അയ്യുഹന്നാസിന്റെ ആന്ത്രപ്പോളജി എന്നൊക്കെയായിരുന്നു. അതിലേക്ക് നമുക്ക് സമയം പോലെ കുറച്ച് പറയാം. വഹിയാണ് നമ്മളെല്ലാം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പ്രമേയം വഹീനെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ വഹീ മുഖേന ലഭിച്ചതാണ്. ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ച, ഇനി ജനിക്കാൻ പോകുന്ന മനുഷ്യരിൽ മക്കയിലെ അബ്ദുള്ളയുടെ പുത്രനായ ആമിനയുടെ മകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്ത മഹാത്മ്യങ്ങളുടെ ആധാരം അറിയപ്പെടാത്ത ആകാശത്തിന്റെ അപ്പുറത്ത് നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്ന വിഷയങ്ങൾ, എന്ന വചനങ്ങൾ ഓതി കേൾപ്പിച്ചു, സംസാരിച്ചു എന്നുള്ളതാണ്. നമ്മളതേക്കുറിച്ച് സാങ്കേതികമായി വഹി എന്ന് പറയും. ഇന്നത്തെ ഈ ഒരു ഖുർആൻ വിമർശന, ഇസ്ലാം വിരോധ, മതനിരാസ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു സാങ്കത്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ഭൂമിയിലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അറിവ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ സ്വാർജിതമായതോ ഭൂമിയിൽ നിന്ന് ലഭിച്ചതോ ആയ അറിവുകൾ കൊണ്ടായിരുന്നു പ്രവാചകന് സംസാരിച്ചത് എങ്കിൽ 2024 നമ്മൾ ഈ കേരളത്തിലെ ഈ പാഴൂരിൽ വെച്ച് മുഹമ്മദ് എന്ന പേര് ഒരുപക്ഷെ ഉച്ചരിക്കുക പോലും ചെയ്യുമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൊതുതത്വം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം മതമുള്ളവരും ഇല്ലാത്തവരും ഏവരും അംഗീകരിക്കേണ്ട ഒരു പൊതുതത്വം. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും. നിങ്ങളെ ഞാൻ പറയുന്നത് കുറച്ച് എന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾ വളരെ പ്രബുദ്ധരായ കുട്ടികളാണ്. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. ഇറ്റ് ഓൺലി മേക്സ് ദ സെൻസ്. അത് ഫിലോസഫിയിലെ റോക്സിം എന്ന് പറയും, ഒരു പൊതുതത്വം. അതിന്റെ താല്പര്യം എന്താണ്? അസാധാരണമായ സംഭവങ്ങൾ
അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അസാധാരണമായ സംഭവങ്ങൾ, അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഓൺലി മേക്സ് ദ സെൻസ്. അങ്ങനെയാകുമ്പോഴേ അർത്ഥമുള്ളൂ. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ഉദാഹരണങ്ങൾ വരേണ്ടതുണ്ട്. അസാധാരണമായ സംഭവങ്ങൾക്ക് അസാധാരണമായ വിശദീകരണമാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ, അല്ലെങ്കിൽ പലപ്പോഴും ഏറ്റവും വലിയ സമ്പന്നൻ എന്നൊക്കെ പറയപ്പെടുന്ന ഇലോൺ മസ്ക്, ടെസ്ലയുടെ മുതലാളി, അദ്ദേഹത്തെക്കുറിച്ച് അമേരിക്കയിൽ ഒരു ഔട്ടോബയോഗ്രഫിക്കൽ ഹിസ്റ്ററി, ആത്മകഥാംശമുള്ള ചരിത്രം, അദ്ദേഹം മരിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ രചിക്കപ്പെടുകയാണ്. ചരിത്രം എഴുതുന്നയാൾ അമേരിക്കയിലെ അക്കാദമിക ചരിത്ര എഴുത്തുകാരനായ വോൾട്ടയൻ ഏസിയാസ്. അദ്ദേഹം പറയുന്നത്, ഈ ഇലോൺ മസ്ക് he might be either an alien or the companion of an alien. ഒന്നുകിൽ ഈ ഇലോൺ മസ്ക് ഒരു അന്യഗ്രഹ ജീവിയാകണം, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന, സമ്പർക്കപ്പെടുന്ന അന്യഗ്രഹ ജീവിയുടെ സുഹൃത്താവണം. ഇത് 2024 ലോകത്തെ ഏറ്റവും ഡെവലപ്ഡ് രാജ്യമായ അമേരിക്കയിലെ ഔദ്യോഗിക ചരിത്രകാരന്റെ ഒരു നറേറ്റീവാണ്. ആരും മൂക്കത്ത് വിരലൊന്നും വെക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഇലോൺ മസ്കിനെ കുറിച്ച് അദ്ദേഹം ഭൂമിയിലെ സാധാരണക്കാരനായ ഒരു ഹോമോസാപ്പിയൻ അല്ല, ആവാൻ നിവൃത്തിയില്ല, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ, എയ്തർ ആൻ ഏലിയൻ എന്നൊക്കെ പറയുന്നത്, അറ്റ് മിനിമം ലെവൽ കമ്പാനിയൻ ഓഫ് ഏലിയൻ എങ്കിലും ആകണം എന്നൊക്കെ പറയുന്നത്? കാരണം ഇലോൺ മസ്കിന്റെ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് നീഡ്സ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ ടു. എന്തുകൊണ്ട്? ഇപ്പോ അദ്ദേഹം ഏകദേശം പറയുന്ന കാര്യങ്ങളൊക്കെ കുറെയൊക്കെ അദ്ദേഹം സാക്ഷാത്കരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ സൈബോർഗുകൾക്ക് വേണ്ടി ഒരു ഐലൻഡ് ഉണ്ടാക്കുന്നൊക്കെയാണ് പറയുന്നത്. സൈബോർഗ് എന്ന് പറഞ്ഞാൽ അനാട്ടമിക്കലി, മെറ്റബോളിക്കലി മനുഷ്യന്റെ ശരീരമായിരിക്കും, പക്ഷേ തല ഓപ്പറേഷൻ ചെയ്തിട്ട് ബ്രെയിൻ നീക്കിയിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് പിടിപ്പിക്കും. അതിന്റെ സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യും. ബ്രെയിനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബാറ്ററി പെട്ടി, നമ്മുടെ ഭാഷയിൽ. ഉടലോ സാധാരണ മനുഷ്യന്റെ ഉടൽ. അപ്പോൾ ഈ 10 ലക്ഷം ഹദീസുകൾ, 1 ലക്ഷം ഹദീസുകൾ ഒക്കെ മനഃപ്പാടമാക്കിയ കഥകളൊക്കെ അപ്രസക്തമാകുന്ന രൂപത്തിലുള്ള സൂപ്പർ ആനിമലായ, സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള സൈബോർഗുകൾ, ആ സൈബോർഗുകൾക്ക് വേണ്ടി രാജ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതൊരു ഭ്രാന്ത് എന്ന് പറഞ്ഞ് തള്ളാൻ വരട്ടെ. അതിനാണ് ന്യൂറാലിങ്ക് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിന്റെ തൊട്ട് മുൻപ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ സ്പേസ് എക്സ് എന്ന കൺസെപ്റ്റ്, അതിന്റെ ഇനീഷ്യേറ്റീവ് സ്റ്റേജൊക്കെ വിജയിച്ചു. ശൂന്യാകാശത്തിലേക്ക് ടൂറിസം, ശൂന്യാകാശത്തിലേക്ക് അങ്ങനെ സഞ്ചരിക്കാം. ഇത് മുഴുവനും പഴയകാലത്തെ ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തിയ ഏകാധിപതികളായ ചക്രവർത്തിമാർ, അവർക്ക് സാധിക്കാത്തത് ഒരു വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നു. വലിയ വലിയ സാമ്രാജ്യങ്ങൾ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ, അവർക്ക് സാധിക്കാത്തത് ഒരു വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നു. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, അതാണ് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിൽ ലോകത്തെ കീഴ്പ്പെടുത്തിയ അതിന്റെ നാൾ വഴിയിൽ. ഏകാധിപതികൾ, സാമ്രാജ്യങ്ങൾ, കോർപ്പറേറ്റ് കമ്പനികൾ, ഈ 3 ലോക സ്വാധീന ശക്തികൾക്കും സാധിക്കാത്ത കാര്യമാണ് ഇലോൺ മസ്കിന്റെയും മെയാ മസ്കിന്റെയും പുത്രനായ, അതും വേർപിരിഞ്ഞു പോയ ദമ്പതികളുടെ അനാഥ ബാല്യമായി ഏകദേശം വളർന്നു വന്ന ഒരു വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ പ്രകീർത്തനം പറയാനല്ല ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്, എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു നറേറ്റീവ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ അറിവ്, ന്യൂറാലിങ്ക് എന്ന കൺസെപ്റ്റ്, സ്പേസ് എക്സ് എന്ന കൺസെപ്റ്റ്, റോബോട്ട് മനുഷ്യർക്ക് ദ്വീപ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതിന്റെയൊന്നും ഉറവിടം ഒരിക്കലും ഭൗമമാവരുത്, ജിയോസെൻട്രിക് സ്രോതസ്സാവരുത്. കാരണം അസാധാരണമായ അനിതരത്വമുള്ള ഇത്തരം ആലോചനകളുടെ ഉറവിടം സ്വാഭാവികമായി അത് ആകാശീയമാകണം. അതിന്റെ ഉറവിടം ഏലിയൻ വഴിയാവണം എന്ന് ലോകം കരുതുകയും അതനുസരിച്ചുകൊണ്ട് വിശദീകരണങ്ങൾ വരികയും ചെയ്യുന്നു. ഇത് കേവലം ഒരു ഇലോൺ മസ്കിനെ കുറിച്ച് മാത്രമല്ല. ഈ മിസൈൽ, റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ജാക്ക് പാർസൺ, അദ്ദേഹം ലജാവ് മരുഭൂമിയിൽ വെച്ച് ഏലിയനുമായി കണ്ടുമുട്ടി, അതൊരു ജിന്നായിരുന്നു എന്നൊക്കെ പറയുന്ന പഠനങ്ങൾ ജാക്ക് വസ്വാലിയുടെ മൈ ഡിസെപ്ഷൻ ടു ദ മെസ്സഞ്ചർ എന്ന പുസ്തകത്തിൽ അതേ സംബന്ധിച്ച് പറയുന്നു. കാരണം ഇതൊക്കെ ഇതിന്റെ സ്പെഷ്യലൈസേഷനാണ് ഒരുപക്ഷെ ഈ സമയത്ത് ഉസ്താദ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ജിന്നുകളുടെ, കാഫർ ജിന്നിന്റെ, ലൂസിഫറിന്റെ, ആന്റി ക്രിസ്റ്റിന്റെ, ദജ്ജാൽ സേനയുടെ ഒക്കെ ആഗ്രഹമാണ് ഭൂമിയിൽ ബ്ലഡ് ഷെഡിങ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതിനെ സഹായിക്കുന്ന തരത്തിൽ ഭൂമിയിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യയായി, മിസൈലുകളായി, ഭൂമിയല്ല ആ അറിവിന്റെ ഉറവിടം എന്ന് ലോകം മനസ്സിലാക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ വരുന്നു, ലോകം അംഗീകരിക്കുന്നു. എങ്കിൽ ഓൺ ദാറ്റ് ബേസ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിന്റെ ഉറവിടം എവിടെയായിരിക്കണം? ഇലോൺ മസ്കിനേക്കാളും എത്ര ന്യായമായും ശക്തമായും വ്യക്തമായും ക്രിസ്റ്റലി ക്ലിയർ കട്ട് എക്സ്ട്രാ ഓർഡിനറി ഫിഗറാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആർക്കാണ് അതിൽ സംശയമുള്ളത്? ഉപ്പയില്ലാത്ത ഉലകത്തിന്റെ ഊഷരതയിലേക്ക് പിറന്നു വീണ, ആടിന്റെ അകിട് വലിച്ച് പാല് കറന്ന്, കണ്ടം വെച്ച കുപ്പായമണിഞ്ഞ്, അങ്ങാടിയിലൂടെ വിറക് വഹിച്ച് നടന്ന, ഭാര്യമാരെ അടുക്കള ജോലിയിൽ സഹായിച്ച, ഉണക്കച്ചപ്പാത്തി തിന്ന് ജീവിച്ച, പച്ചവെള്ളവും ഈത്തപ്പഴവും അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുകയും തുറക്കുകയും ചെയ്ത, പല ദിവസവും അടുപ്പിൽ തീ പുകയാതിരുന്ന ഗൃഹനാഥനായ, പകലശ്വാരൂഢനായി പോരാടുകയും പാതിരാത്രി പ്രാർത്ഥനാ നിരതനായി ഭക്തനാവുകയും വിനീതനാവുകയും ചെയ്ത, എന്നിട്ടോ കാൽനടയായും കഴുതപ്പുറത്തും മാത്രം സഞ്ചാരം സാധ്യമായ ഒരു കാലത്ത് ഭൂമിയുടെ കിഴക്കിലും പടിഞ്ഞാറിലും നടക്കുന്ന കാര്യം ലൈവായി റിപ്പോർട്ട് ചെയ്തു കൊടുത്ത, ചരിത്രവും ഭാവിയും ഒരേ സമയം സംസാരിച്ച ഇങ്ങനെ ഒരു വ്യക്തിയെ നോക്കൂ, ലോകത്ത് ആർക്കാണ് എക്സ്ട്രാ ഓർഡിനറി അല്ല എന്ന് പറയാൻ കഴിയുക? അക്കാദമിക്കലി തന്നെ അതൊരു തെളിവൊന്നുമല്ലെങ്കിലും മൈക്കിൾ എച്ച് ഹാർട്ട് ദ 100 ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ദ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയുമോ? ഇലോൺ മസ്കിന് വേണ്ടി നമ്മൾ 5 മിനിറ്റ് സംസാരം മാറ്റിവെച്ചത്, ഇവിടെ ഇലോൺ മസ്കിനെ കുറിച്ച് 5 മിനിറ്റ് സംസാരിച്ചത് ഇലോൺ മസ്ക് ചെലുത്തിയ സ്വാധീനമാണ്. കേരളമെന്നോ കോഴിക്കോടെന്നോ പാഴൂരെന്നോ അറിയാത്ത ഇലോൺ മസ്കിനെ കുറിച്ചാണ് ഈ റിമോട്ട് ഏരിയയിൽ നമ്മൾ ഇതേപോലെ ഒരു വേദിയിൽ സംസാരിക്കുന്നത് എന്നതിന്റെ അർത്ഥം അദ്ദേഹം നമ്മളിൽ ചെലുത്തിയ സ്വാധീനമാണ്, ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ് ആണ്. എങ്കിൽ ക്രിസ്തബ്ദം 570 ഏപ്രിൽ 21 മുതൽ 532 ജൂൺ 8 വരെ ഈ ഭൂമിയിൽ സശരീരിയായി ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് 1400 കൊല്ലത്തിനിപ്പുറവും ലോകം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 5 മിനിറ്റല്ല, 5 മണിക്കൂറല്ല, ദിവസങ്ങളല്ല, മാസങ്ങളല്ല, എത്ര പുസ്തകങ്ങൾ, എത്ര സംവാദങ്ങൾ, എത്ര പ്രഭാഷണങ്ങൾ, അനുകൂലികൾ, പ്രതികൂലികൾ, സന്ദേഹികൾ, കാതമീശന്മാർ, എല്ലാ ആളുകളും, ആത്മീകാചാര്യന്മാർ. സ്വാഭാവികമായും ന്യൂട്രലായി ആലോചിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടിയ കാര്യങ്ങളുടെ ഉറവിടം സ്വാഭാവികമായി ഇറ്റ് നീഡ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അപ്പൊ നമുക്ക് പറയാൻ കഴിയും, പ്രവാചകൻ he might be an alien or the companion of an alien. ഒന്നുകിൽ പ്രവാചകൻ തന്നെ ഒരു മലക്കാവണം, അല്ലെങ്കിൽ പ്രവാചകൻ അല്ലാഹുവിങ്കൽ നിന്ന് സന്ദേശം കൊണ്ടുവരുന്ന മലക്കുമായി സംസാരിച്ച മലക്കിന്റെ കമ്പാനിയനാവണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ, ആർജിതമായി അഭിനയിച്ചതാണ് വഹി എന്നൊക്കെയുള്ള കാര്യത്തെ ആധുനിക ലോകം സംവാദാത്മകമായി അംഗീകരിക്കുന്ന പൊതു തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലളിതമായി അതിനെ മറികടക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സത്യമാണ് സംസാരിച്ചത് എന്നുള്ളത്. ആ വഹീനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ ആത്മവിശ്വാസം, അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് വാസ്തവത്തിൽ ആലോചിച്ചത്. പ്രവാചകൻ 2 വിമർശനങ്ങളാണുള്ളത് വഹീനെ സംബന്ധിച്ച്. ഒന്ന് അഭിനയിക്കുന്നതാണ്, മറ്റൊന്ന് മനോവിഭ്രാന്തിയാണ്. അഭിനയിക്കുന്നതാണെങ്കിൽ വ്യാജ സിദ്ധന്മാരും വ്യാജ ഡോക്ടർമാരും വ്യാജന്മാരും സ്വാഭാവികമായി ഒരു സിദ്ധി അഭിനയിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് വരുമ്പോ ആദ്യമായി ശ്രദ്ധിക്കുന്ന കാര്യം തന്നെ പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് പോകണമെന്നുള്ളതാണ്. പിടിക്കപ്പെടുന്ന ഒരു വ്യാജ ഡോക്ടറും തദ്ദേശീയനാവില്ല, വിദേശീയനേ ആവുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് വേറെ ജില്ലക്കാരനോ സ്റ്റേറ്റുകാരനോ ആയിരിക്കും. ഒരു വ്യാജ തങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോ വേറെ ഏതോ നാട്ടുകാരനായിരിക്കും. ഒരു വ്യാജ ഷെയ്ഖ് പ്രത്യക്ഷപ്പെടുമ്പോ വേറെ നാട്ടുകാരനായിരിക്കും. ഒരു വ്യാജ ഡോക്ടർ പ്രത്യക്ഷപ്പെടുമ്പോ വേറെ നാട്ടുകാരനായിരിക്കും. നോക്കൂ, പ്രവാചകൻ ഈ അമൂല്യമായ സാധനവുമായി ആദ്യമായി പോകുന്നത് തന്റെ കൂടെ രാവും പകലും പങ്കിട്ട് തന്നെ മനസ്സിലാക്കിയ, താനും മനസ്സിലാക്കിയ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക്. അഭിനയിക്കുന്ന ഒരാൾക്കത് സാധിക്കുകയില്ല. രണ്ടാമത്, പതിറ്റാണ്ടുകളായി തന്റെ കമ്പാനിയനായ അറേബ്യയിലെ വ്യാപാര പ്രമുഖനായ പൗരപ്രധാനിയായ അബൂബക്കർ ബിൻ അബി ഖുഹാഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക്. 30 വയസ്സുകാരനായ സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക്, അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക്. ഫാമിലിയുമായിട്ടാണ്, ഹൃദയബന്ധുക്കളുമായിട്ടാണ് ആദ്യം സംസാരിക്കുന്നത്. അഭിനയിക്കുന്ന ഒരാൾക്കത് സാധിക്കുകയില്ല. നമ്മളൊരു തിയറി മുന്നോട്ട് വെക്കുമ്പോൾ ആ തിയറിയെ പ്രൂവ് ചെയ്യുന്ന, ആ സങ്കല്പത്തെ സാധൂകരിക്കുന്ന എവിഡൻസുകൾ ലഭിക്കുമ്പോഴാണ് ആ തിയറി ഒരു ഫാക്ട് ആവുന്നത്. ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന, അല്ലെങ്കിൽ അഭൗമികമായ തലത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖ പ്രവാചകനോട് സംസാരിച്ചതാണ് ഖുർആൻ എന്നത് നമ്മുടെ ഒരു തിയറിയാണ്. ആ തിയറി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോ ആ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ വേണം. അപ്പൊ അതൊരു ഫാക്ട് ആവും. ആ എവിഡൻസ് ആണ് ഭൂമിയിലെ ഒരു മനുഷ്യന്റെ മുമ്പിൽ മലക്ക് പ്രത്യക്ഷപ്പെടുമ്പോ പേടിയുണ്ടാകണം, പരിഭ്രമമുണ്ടാകണം, പനിച്ചു വറക്കണം. അഭിനയിക്കുന്ന ഒരാൾക്ക് എന്തിന് പനിക്കണം? വീട്ടിലേക്ക് ഓടി വരുന്നു, സമ്മിലൂനി സമ്മിലൂനി, വിറക്കുകയാണ്. സ്വാഭാവികമായി പനി വരുമ്പോ ആദ്യമായി നമ്മൾ
പുതപ്പെടുത്തിടുക കാലിന്റെ സെൻസിറ്റീവായ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കാണ്. ഏറ്റവും പെടുന്നതിനെ അവിടെ തണുക്കും. കാലുമലാണ് ഖദീജ ബീവി പുതപ്പെടുന്നത്. ശരീരം മുഴുവനും മൂടുകയാണ്. സംസാരിക്കാൻ വേണ്ടി മുഖത്തെ പുതപ്പ് മാറ്റുമ്പോൾ പ്രവാചകൻ അസ്വസ്ഥപ്പെടുകയാണ്. അഭിനയിക്കുന്ന ഒരാളിൽ അത് ഉണ്ടാവരുത്. മനോവിഭ്രാന്തിയുമല്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വഹി നിലച്ചപ്പോ പ്രവാചകന് സങ്കടമായി. അള്ളാഹു വീണ്ടും വഹിയുമായി വന്നപ്പോ സഫാക്കുന്നിന്റെ മുകളിലേക്ക് പോയിട്ട് ആസൂത്രണ വൈഭവം അലാ സത്തക്തുമൂനി, സത്യസന്ധൻ എന്ന പേര് കിട്ടിയ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല. ഒന്നാമത് നമുക്കുണ്ടാവേണ്ട ആത്മവിശ്വാസം, നമ്മൾ സംസാരിക്കുന്ന, ആലോചിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, സമയം മെനക്കെടുത്തുന്ന ബൗദ്ധികമായ നമ്മുടെ ഊർജം ചെലവഴിക്കുന്ന കാര്യമാണ് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഏറ്റവും അനർഘമായ, അതുല്യമായ, അനിതര സാധാരണമായ ഏറ്റവും വലിയ പരമാർത്ഥം എന്നുള്ള സത്യത്തെ മനസ്സിലാക്കലാണ് ഒന്നാമത്തെ നമ്മുടെ ചുമതല. പായസത്തിന്റെ മധുരം പാത്രത്തിന് അറിയണം, സൂപ്പിന്റെ ടേസ്റ്റ് സ്പൂണിന് അറിയണം. മധുരം പായസത്തിനുണ്ടായത് കൊണ്ട് കാര്യമില്ല, വിളമ്പുന്ന പാത്രത്തിനത് മനസ്സിലാക്കാൻ പറ്റണമെന്നുള്ളതാണ്. ഇനി ഞാൻ എന്റെ ഈ ടൈറ്റിലിന്റെ ചുവട്ടിലേക്ക് ഈ ആമുഖം ഞാൻ പറഞ്ഞത്, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ എത്ര ഗവേഷണം ചെയ്താലും അതിനപ്പുറത്തൊരു സാധ്യതയുണ്ടാകും. ഞാൻ ഈ സംവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് അവര് നമുക്കെതിരെ ഉന്നയിക്കാൻ സാധ്യതയുള്ള വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പൊ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ഇന്ത്യയുടെ വ്യോമസേന മേധാവിയേക്കാളും ഒരുപക്ഷെ ചൈനയുടെയും പാകിസ്ഥാന്റെയും വ്യോമസേന മേധാവിക്കായിരിക്കും. കാരണം പെടുന്നതിന് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എവിടെയാണ് കൊണ്ടുപോയി പൊട്ടിക്കേണ്ടത് എന്ന്. കൊച്ചിയിലെ പൊട്ടൻഷ്യൽ പോയിന്റുകളെ കുറിച്ചുള്ള വിവരം കൊച്ചി മേയറേക്കാൾ കൂടുതൽ ഉണ്ടാവുക പാകിസ്ഥാന്റെ വ്യോമസേന മേധാവിക്കായിരിക്കും. അത് പൊതുവെ ഒരു യുദ്ധതന്ത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ആ ആലോചനയിൽ എനിക്ക് തോന്നി ഒരുപക്ഷെ ഈ എവല്യൂഷനിസ്റ്റുകൾ, നാച്ചുറലിസ്റ്റുകൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ നമ്മളെ ഡിലമ്മയിലാക്കുന്ന ഒരു മേഖല മനുഷ്യന്റെ ഫോസിലുകൾ. ലഭ്യമാകുന്ന ഫോസിലുകൾക്ക് 2 ലക്ഷത്തിന്റെയും 3 ലക്ഷത്തിന്റെയും അതിനേക്കാൾ ഏറെ കാലത്തിന്റെയും പഴക്കം പറയുന്നു. അതേസമയം നാം അബുൽ ബഷർ ആദം അലൈഹിസ്സലാം എന്ന് പറയുന്ന ആദം അലൈഹിസ്സലാമിന്റെ കാലവും നമ്മളും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് സെന്റ് അഗസ്റ്റ് അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം ഒരു 8,000-ഓ 9,000 കൊല്ലമോ മാത്രമേ വരികയുള്ളൂ. 70 കൊല്ലത്തെ ഗ്യാപ്പാണ് രണ്ട് പ്രവാചകന്മാർക്കിടയിൽ അദ്ദേഹം കൊടുക്കുന്നത്. ഇനി അത് അപൂർവം പ്രവാചകന്മാർക്ക് 950 ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ ഒരു ആവറേജിൽ നമ്മൾ കൊടുത്താലും ആ ആവറേജ് അതേസമയം 100 വയസ്സിലും 110 വയസ്സിലും ഒക്കെ മക്കളുണ്ടാകുന്ന സന്ദർഭങ്ങൾ പ്രവാചകന്മാർക്കുണ്ടാകുന്നതിനെ കുറിച്ച് അവർ പറയുന്നത് അവിശ്വസനീയതയുടെ കൂടെയാണ്. എനിക്കങ്ങനെ മക്കളുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പ്രായം 100 അറൗണ്ടാണ്. അപ്പൊ സ്വാഭാവികമായി ആവറേജിൽ 120-ഓ 130-ഓ ഒക്കെ വയസ്സ് ഒരു തലമുറക്ക് നമ്മൾ പരികൽപ്പിച്ചു കൊടുത്താലും നമ്മളും ആദം നബി അലൈഹിസ്സലാം തമ്മിലുള്ള കാലത്തിന്റെ ഗ്യാപ്പ് ഒരിക്കലും 25,000 കൊല്ലത്തിന്റെ മുകളിലേക്ക് പോവില്ല. ഏകദൈവ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ, കണ്ടെത്തപ്പെടുന്ന അടയാളങ്ങൾ, അതിന്റെ മാക്സിമം ആന്ത്രോപോളജിക്കൽ വേഷൻസ് പരിശോധിച്ചാലും 40,000-വും 50,000-വും കൊല്ലത്തിന്റെ ഇടയിൽ പഴക്കമേ കാണുന്നുള്ളൂ. ഇത് അവര് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായിരിക്കും 2.5-3 ലക്ഷം കൊല്ലം മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ഫോസിലുകളും നമ്മുടെ മനുഷ്യരാശിയുടെ പിതാവായി നാം മനസ്സിലാക്കുന്ന സയ്യിദുന ആദം അലൈഹിസ്സലാം ജീവിച്ച കാലഘട്ടവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ചുരുങ്ങിയതൊരു 2-2.5 ലക്ഷത്തെ കൊല്ലത്തെ കഥ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇതാ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വിഷയം ഞാൻ 4 പേരോടാണ് ചോദിച്ചത്. ഒക്കെ തലേന്നാണ് ഞാൻ നോക്കിയത്. ഞാൻ ഉസ്താദിന് വോയിസ് അയച്ചു. വണ്ടിയിലോ കാറിലോ ആയിരുന്നു. അതിനൊരു ഉസ്താദിന്റെ ഒരു വീക്ഷണം, ഒരു മറുപടി പറഞ്ഞു. മുസ്തഫൽ ഫൈസി ഉസ്താദുമായി ഞാൻ വോയിസ് അയച്ചു. ഉസ്താദ് ഒരു മറുപടി തന്നു. സലാം ഫൈസി വളവട്ടൂരിന് വോയിസ് അയച്ചു. അതിന്റെ റീപ്ലേ ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അത് പ്ലേ ചെയ്തത്. സിംസാറുൽ ഹക്കി ഹുദവിക്ക് ഞാനൊരു വോയിസ് അയച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീക്ഷണം പറഞ്ഞു. ഉസ്താദ് എന്നോട് പറഞ്ഞു, എന്റെ ഈ പുസ്തകം ഡാർവിന്റെ പ്രാർത്ഥന അത് ഈ വിഷയത്തിൽ ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീക്ഷണം മുന്നോട്ട് വെച്ചത്.
അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനതിന് ഒരുങ്ങിയത്. ഞാൻ എൻ്റെ സംവാദത്തെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുകയല്ല. ഉസ്താദുമാരുടെ ദുആ ഉണ്ടായിരുന്നു. ഞാനന്ന് ഞങ്ങളുടെ സർവസ്വമായ മൗലാന മൂസക്കുട്ടി ഹസ്രത്ത് ഉസ്താദിനെ വിളിച്ചു, സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദിനെ, ജിഫ്രി തങ്ങൾ ഉസ്താദിനെ വിളിച്ചു. രണ്ടുപേരും എൻ്റെ ഉസ്താദുമാർ കൂടിയാണ്. അതേപോലെ വരക്കൽ ഷംസുൽ ഉലമയുടെ മക്ബറയിൽ പോയി. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഈ ഉസ്താദുമാരുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയത്തിൽ എടുക്കുകയും ചെയ്തു. അന്ന് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു, ഇപ്പോഴും എനിക്ക് ആ വിഷയം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഞാൻ ആ ഒരു ചർച്ചയുടെ ഒരു കിളിവാതിൽ ഖുർആൻ ഗവേഷണ പഠിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ തുറക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊരു, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇത് 2-3 ആളുകൾ അവതരിപ്പിക്കുകയും കാസിമി ഉസ്താദ് മോഡറേഷൻ ചെയ്യുകയായിരുന്നുവെങ്കിൽ ഒന്നുകൂടി ഭംഗിയായ ഇതിന്റെ തുടർഘട്ടം ഒരുപക്ഷെ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, കരുതുകയാണ്. അപ്പൊ അതിൽ എന്റെ ഒരു ചെറിയ വായന പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, നിങ്ങളും ആലോചിച്ച് നോക്കൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പ് ഭൂമിയിൽ ആരായിരുന്നു? ഈ പ്രീ ആഡമിക് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ ആന്ത്രോപോളജി നിരീക്ഷിക്കുന്ന മുസ്ലിം സ്കോളേഴ്സ്, യാസുൽ ഖാദിരിയെ പോലെയുള്ള എക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്കോളേഴ്സ് അവർ മുന്നോട്ട് പോകുന്നു. കേവലം ഉപരിപ്ലവമായ ഗവേഷണങ്ങളല്ല, ക്ലാസിക് ഇസ്ലാമിക് കിതാബുകൾ അവലംബിച്ചുകൊണ്ട് പിന്നെ അതിനെ ഇവർ വികസിപ്പിച്ചെടുത്ത, അതിനെ ആസ്വദിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത നിരീക്ഷണങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായി ഒരു കാഴ്ചപ്പാട് നമ്മളുടെ ചോദ്യം മുമ്പിലുണ്ട്. 2 ലക്ഷം 3 ലക്ഷം കൊല്ലം മുമ്പുള്ള ഫോസിലുകളാണ് ഇവിടെ പ്രശ്നം. അപ്പൊ അനാട്ടമിക്കലി മനുഷ്യന്റെ, അതായത് നമ്മുടെ ഹോമോസാപ്പിയന്റെ അൽ ഇൻസാന്റെ ഘടനയുള്ള അനാട്ടമിക്കലി ശരീരശാസ്ത്രപരമായി ആദം അലൈഹിസ്സലാം, ബനു ആദം അല്ലെങ്കിൽ ആദം അലൈഹിസ്സലാമിന് ശേഷമുള്ള മനുഷ്യ വിഭാഗത്തെക്കുറിച്ചാണ് അൽ ഇൻസാൻ എന്ന് പറയേണ്ടി വരിക എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അനാട്ടമിക്കലി ഈ അൽ ഇൻസാന്റെ ഘടനയുള്ള, എന്നാൽ ഇന്റലക്ച്വലി അൽ ഇൻസാൻ ആവാത്ത ബഷർ, അതിന് മലയാളത്തിൽ മനുഷ്യർ എന്നേ പറയാൻ പറ്റുള്ളൂ, അവരുടേതാവാം ഈ ഫോസിലുകൾ. അതിന്റെ സാധ്യത ഞാൻ ആ ആയത്തുകൾ ഒന്ന് വായിച്ച് ഓതിപ്പോകും ഒന്നിച്ച്. ഒരുപക്ഷെ അങ്ങനെയാവാം. അല്ലെങ്കിൽ അൽ ബിദായ വൻ നിഹായയിൽ പറയപ്പെടുന്നത് പോലെ മനുഷ്യർ വരുന്നതിന് മുമ്പ് 3 വർഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആദ്യം ഹിന്ന്, ബിന്ന്, പിന്നീട് അവർ വിനാശം വിതച്ചപ്പോ ജിന്ന്. ഇതിൽ ഹിന്നും ബിന്നും പിന്നെ അവരിൽ നിന്ന് നേരിയ മാറ്റമുണ്ടായി, തത്വർ ഉണ്ടായി, പരിണാമമുണ്ടായി, 5ഓളം വിഭാഗങ്ങളായി മാറുന്നുണ്ട്. അവരിൽ പലരും മനുഷ്യനെ പോലെ നിവർന്നു നിൽക്കുന്ന, നട്ടെല്ലിൽ നിവർന്നു നിൽക്കുന്ന ജീവികളായിരുന്നു. എന്നാൽ ഇന്റലക്ച്വലി അവർക്ക് അഖൽ ഉണ്ടായിരുന്നില്ല. ആദം അലൈഹിസ്സലാം അവരിൽ നിന്ന് വ്യത്യസ്തനായി, സൂപ്പർ ആനിമലായി അള്ളാഹു സ്പെഷ്യലി വേറിട്ട് തന്നെ ഉണ്ടാക്കുകയായിരുന്നു. അതിനു മുമ്പുള്ളവരുടേതാവാം ഈ ഫോസിലുകൾ. അതായത് ബഷറാണ് പൊതുവായ മനുഷ്യവർഗത്തിന്റെ സാമൂഹിക നാമം. അതിൽ നിന്നൊരു കാറ്റഗറിയാണ് ഇൻസാൻ. ആ ഇൻസാന്റെ തലപ്പത്താണ് ഇന്റലക്ച്വൽ റീസണിങ്ങിന് അള്ളാഹു സിദ്ധി കൊടുത്ത ആദം അലൈഹിസ്സലാം വരുന്നത്. നിങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക, ഇതിനെക്കുറിച്ച് തീസിസുകൾ വരണം, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രബന്ധങ്ങൾ ഉണ്ടാവണം, റിസർച്ചുകൾ ഉണ്ടാവണം. ഇതൊരു പുതിയ ചർച്ചയായതിനാൽ ഇതിന് വമ്പിച്ച ആഗോള ചർച്ചാ പ്രാധാന്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ലോകത്ത്, നമ്മൾ സൈറ്റിൽ കൂടി പോകുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഓക്സ്ഫോർഡ് ഇവിടെ ഉണ്ട്, ഹാർവാർഡ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാ സൈറ്റുകളും നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ യക്കീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യാസർ ഖാദിരിയുടെ ഒരു സ്റ്റഡി മാത്രമാണ് ഇവിഷയകമായി കണ്ടത്, ഈ ചിതറിയ സാധനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കണ്ടത്. അതിൽ തന്നെയും പലതും ഈ സാമ്പ്രദായികമായ തഫ്സീറുകളെയൊന്നും കൂട്ടി ചെയ്തിട്ടില്ല താനും. അപ്പോ അള്ളാഹു നമ്മളെ